നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വർ അറസ്റ്റിലാണ്. ഞായറാഴ്ച രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടു നടക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതിജീവിതയെ അപമാനിക്കുന്ന വിധത്തിൽ, അവരുടെ വ്യക്തിവിവരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് രാഹുൽ ഈശ്വറിനെതിരെയുള്ള കുറ്റം. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ തൻ്റെ വ്യക്തിവിവരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വെളിവാക്കുന്നു എന്ന അതിജീവിതയുടെ പരാതിയും ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധങ്ങളായ ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ കയറിയിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്ന വിധത്തിൽ ഈ പെൺകുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. ചാനൽ അവതാരകർ പലപ്പോഴും ഈ രാഹുൽ ഈശ്വറിനെ ഇക്കാര്യത്തിൽ വിലക്കുകയുണ്ടായിട്ടും ആ വിലക്കുകയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയുള്ള കേസ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുക എന്ന ഒറ്റ ദൗത്യവുമായിട്ടാണോ ഈ പരിപാടിക്ക് തുനിഞ്ഞിറങ്ങിയത്? ആവാൻ യാതൊരു വഴിയുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത് ഒരു ലക്ഷ്യം മാത്രമേ ആകുന്നുള്ളൂ. രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇതുപോലെ ഹണി റോസിൻ്റെ പരാതി വന്നപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ബോച്ചയ്ക്ക് വേണ്ടി ഹണി റോസിനെതിരെ നിരവധി ആക്ഷേപകരമായ പരാമർശം അദ്ദേഹം നടത്തുകയും അതും ഒരു പോലീസ് കേസിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി, ആ നടിക്കെതിരെ ഒരു സിനിമകളിലൊക്കെ അഭിനയിച്ച എറണാകുളത്തുള്ളൊരു നടി ഹൂ കെയേഴ്സ് എന്നാണ് ഇപ്പോൾ ആ വ്യക്തി നമ്മളോടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ അദ്ദേഹത്തെ സൂചിപ്പിച്ച ആ റിനി എന്ന നടിക്കെതിരെ നിരവധി ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ട് അദ്ദേഹത്തിന് ആ കേസിലും അതിലും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നു. ശരിക്കും രാഹുൽ ഈശ്വറിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ രാഹുൽ മാങ്കൂട്ടമോ ബോബി ചെമ്മണ്ണൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പീഡനം ഏറ്റുവാങ്ങുന്ന പുരുഷന്മാരോ അല്ല. അദ്ദേഹം കൃത്യമായി ചില PR വർക്കുകൾ, കൃത്യമായി ചില PR മൂവ്മെൻറ്റുകൾ, കൃത്യമായി ചില നീക്കങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ താൻ ഒരാളെ ഉള്ളുവെന്നും ഇത്തരം കേസുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ നൽകുന്ന ലൈംഗിക പീഡന പരാതികൾ ഉയരുമ്പോൾ അവർക്ക് വേണ്ടി ചാനലുകളിൽ കയറിയെന്ന് സംസാരിക്കാൻ തനിക്കൊരു മടിയുമില്ലെന്നും അത് തൻ്റെ ജോലിയാണെന്നും അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ മാന്യമായ രീതിയിലുള്ള അതിൻ്റെ റിവാർഡ് തനിക്ക് കിട്ടിയാൽ താൻ ആർക്ക് വേണ്ടിയും ഇത്തരത്തിൽ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്യുമെന്നുള്ള സൂചനയാണ് രാഹുൽ ഈശ്വർ ഇതുവഴി നൽകുന്നതെന്നാണ് ചില ആളുകൾ പറയുന്നത്. കാരണം ഇത്തരം കേസുകൾ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം. ഈ സ്ത്രീകൾ പരാതി നൽകുന്നത് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള പരാതി പലപ്പോഴും സ്ത്രീകൾ പല പുരുഷന്മാർക്കെതിരെയും കൊടുക്കും. അതിൽ കാശില്ലാത്ത പുരുഷന്മാർ ജയിലിലാവുകയും കാശുള്ള പുരുഷന്മാർ മറ്റു രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്യും. അതുപോലെ ഇത്തരം കാശുള്ള പുരുഷന്മാർ, ലൈംഗിക പീഡന പരാതിയിൽ ഉൾപ്പെടുന്ന പണക്കാരായ പുരുഷന്മാരെയാണ് ഈ രാഹുൽ ഈശ്വർ നോട്ടമിടുന്നതെന്നാണ് ചില ആളുകൾ പറയുന്നത്. ചില ആളുകൾ അദ്ദേഹവുമായി അടുപ്പമൊക്കെ ഉള്ള ചില ആളുകളാണ് നമ്മളോട് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊരു ബിസിനസ്സായി അദ്ദേഹം മാറ്റിയെടുക്കുകയാണെന്നുള്ളൊരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യത്തിൽ നമുക്കറിയില്ല, അങ്ങനെ ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരുമായോ അവരോട് അതിര് കടന്ന സ്നേഹമോ പുരുഷന്മാരെ മുഴുവൻ സ്ത്രീകളുടെ ലൈംഗിക പരാതിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഉത്കടമായ ആഗ്രഹമൊന്നുമല്ല ഈ രാഹുൽ ഈശ്വറിനെ ഇതിനായി രംഗത്തിറക്കുന്നത്. ഇത് താൻ വളരെ ഒരു സംരംഭം പോലെ അദ്ദേഹം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവിടെ കാരണം അതുവഴി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അദ്ദേഹത്തിൻ്റെ മറ്റ് ഓൺലൈനിലും എല്ലാം അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വലിയ വ്യൂവേഴ്സാണ്, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോക്കൊക്കെ ഉള്ളത്. അത് ഒരുപക്ഷെ
ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു കൃത്യമായ ഒരു പാതയിലൂടെ ഒരു സംരംഭകത്വ സ്വഭാവത്തോടു കൂടിയാണ് ഈ രാഹുൽ ഈശ്വർ ഈ പരിപാടിയുമായി മുന്നോട്ട് നീങ്ങുന്നത് അത്രേ. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനോ അല്ലെങ്കിൽ നാളെ ഒരു സ്ത്രീ പരാതി കൊടുത്തി ഏതെങ്കിലും പുരുഷനെ രക്ഷിക്കുക ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കൃത്യമായി ഇത്തരം നിലപാടുകളിൽ മുന്നോട്ട് പോയി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തൻ്റെ സ്ഥാനം ഒരു രംഗത്ത് ഉറപ്പിക്കുക, അതുവഴി തൻ്റെ യൂട്യൂബ് ചാനലിലും തൻ്റെ ഓൺലൈനിലും എല്ലാം അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുക. ഇതൊരു സംരംഭകത്വ സ്വഭാവത്തോടെ അദ്ദേഹം ഏറ്റെടുക്കുന്നതാണ്, അല്ലാതെ മറ്റൊരു രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇതിപ്പോൾ നാളെ വേറൊരാൾ, ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നാളെ വേറെ ആൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹം ഹാജരാകും, അല്ലെങ്കിൽ TV ചാനലുകൾ വരും. ആർക്കെതിരെ ഇത്തരത്തിലൊരു സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചാലും അവർക്ക് വേണ്ടി അദ്ദേഹം ചാനലുകളിൽ വരും. അതൊരു സംരംഭകത്വം പോലെ, അതൊരു ബിസിനസ് പോലെ അദ്ദേഹം വളർത്തിയെടുത്തിരിക്കുകയാണെന്നാണ് ചില മാധ്യമപ്രവർത്തകരൊക്കെ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും രാഹുൽ ഈശ്വറിൻ്റെ പരിപാടി, രാഹുൽ ഈശ്വർ ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രക്ഷിച്ചെടുക്കാനുള്ള അദ്ദേഹത്തോടുള്ള അഗാധമായ അടുപ്പവും സ്നേഹവും ബഹുമാനവും കൊണ്ടൊന്നുമല്ല, ഇത് കൃത്യമായി തനിക്ക് പ്രയോജനപ്പെടുന്ന സംഭവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതൊരു വ്യവസായ താല്പര്യത്തോടു കൂടി ഈ രാഹുൽ ഈശ്വർ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്.